നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ കെ.എം. ആയുർവേദ ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് യോഗ ഇൻസ്ട്രക്ടറാണ്, അതുപോലെ സുംബ ഇൻസ്ട്രക്ടറുമാണ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് PCOD കണ്ടീഷൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ യോഗാസനങ്ങളാണ്. ആദ്യം തന്നെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാം. പതുക്കെ വജ്രാസനത്തിൽ, ഇതാണ് വജ്രാസനം എന്ന് പറയുന്ന പൊസിഷൻ. ഇതിലിരുന്ന ശേഷം പതുക്കെ മുട്ടിലെണീറ്റ് നിൽക്കാം. അതിനുശേഷം നമ്മൾ ഉഷ്ട്രാസനം എന്ന് പറഞ്ഞൊരു പോസാണ് ചെയ്യാൻ പോകുന്നത്. ഉഷ്ട്രാസനം എന്ന് പറയുമ്പോൾ ക്യാമൽ പോസാണ്. ഇതിന് നമ്മൾ കൈകൾ ബാക്കിൽ പോയി ഉപ്പൂറ്റിയിൽ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം പതിയെ ഒരു ബാക്ക് ബെൻഡ് കൊടുക്കുന്നു. കൈ പതുക്കെ ബാക്കിലോട്ട് പോയി ഉപ്പൂറ്റിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ കൈ തിരിച്ച് കൊണ്ടുവരണം. റിലീസ് ചെയ്ത ശേഷം വീണ്ടും വജ്രാസനത്തിൽ പോയ ശേഷം ബാലാസനത്തിലോട്ട് പോകണം. അവിടെ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ 4 കാലിലോട്ടാണ് പോകാൻ പോകുന്നത്. 4 കാലിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഷോൾഡർ ലെവലിൻ്റെ നേരെ താഴെ ആയിരിക്കണം പാം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ നേരെ താഴെ ആയിരിക്കണം മുട്ട്. ഇനി നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം സ്പൈനിലൊരു ആർച്ച് ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. ശ്വാസം എടുക്കുമ്പോൾ നടു താഴോട്ട് കൊണ്ടുപോവുക, സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിടുമ്പോൾ തല താഴോട്ട് വരുന്നതോടൊപ്പം നടു മുകളിലോട്ട് പൊക്കി കൊടുക്കുക. വീണ്ടും മുകളിലോട്ട്. പതുക്കെ റിലീസ് ചെയ്യുക. എപ്പോഴും ഇത് ഇപ്പോൾ ചെയ്തത് മാർജാരാസനമാണ്, ക്യാറ്റ് ആൻഡ് കൗ പോസ്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മളിത് ചെയ്യുമ്പോഴും ഒരു 15 ബ്രീത്തെങ്കിലും, അതായത് ഒരു പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുന്നത് ഒന്നായിട്ട് കണക്കാക്കുക. അതുപോലെ ഒരു 15 ബ്രീത്തെങ്കിലും അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് മെയിൻലി നമ്മുടെ പെൽവിക് ഫ്ലോറിനെയും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പൈനിനെ നന്നായിട്ട് സ്ട്രെങ്തണും ലൂസണും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നടുവേദനയൊന്നും വരാതിരിക്കാനും, മോർണിംഗിൽ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചിലർക്ക് നടുവേദന അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും, അത് മാറാനും ഈ ഒരു ആസനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹിപ്പിൻ്റെ വേറൊരു തരത്തിലുള്ള സ്ട്രെച്ചാണ്. അപ്പോൾ ആദ്യം മുട്ട് മടക്കി ഇങ്ങനെ നിന്ന ശേഷം കാല് ഒരു 90 ഡിഗ്രിയിലെടുത്ത് വെക്കുക. ഒരു 2 സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് കയറ്റുക. ഇനി കൈകൾ രണ്ടും പതുക്കെ ഇൻ്റർലോക്ക് ചെയ്ത് കാലിൻ്റെ പുറത്തിങ്ങനെ വെക്കുക. ഇനി പതുക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഹിപ്പിനെ ഫ്രണ്ടിലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. 1 2 3 4 5. ഇനി ഇത് ഇപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്ത പോലെ തന്നെ നേരെ സൈഡിലോട്ട് 90 ഡിഗ്രി സൈഡിലോട്ട് ഇങ്ങനെ വെച്ച ശേഷം ബാക്കി സൈഡിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. 1 2, മറ്റേ കാല് അതേപോലെ തന്നെ ഇരിക്കും. 3 4. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഇങ്ങനെ ഓരോന്നും ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഈ 2 ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോർണർ പൊസിഷനുണ്ട്. അടുത്തത് കാല് അങ്ങോട്ട് എടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ട് 1 2 3 4. ഇങ്ങനെ ചെയ്യണം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും പോകും. അടുത്ത സൈഡിൽ ഈ കാല് വയ്ക്കണം. 1 2 3 4. അതേപോലെ സൈഡ് റൈറ്റ് സൈഡിൽ എടുത്ത് വയ്ക്കുക. 1 2 3 and 4.
ഇനി രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള കോർണർ പൊസിഷനിൽ വെച്ച ശേഷം 1 2 3 4. ഇനി തിരിച്ച് വന്നിട്ട് പതുക്കെ ഒരു കാല് ഫ്രണ്ടിലോട്ട് കയറ്റി വയ്ക്കുക. ഇപ്പം നമ്മൾ ചെയ്ത അതേ പൊസിഷനിൽ നിന്ന് ഹിപ്പ് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത ശേഷം നന്നായിട്ട് തൈസിൽ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ കാല് ബാക്കിലോട്ട് ടോസ് ഓപ്പൺ ആക്കി തന്നെ വയ്ക്കുക. രണ്ട് സൈഡിൽ നിന്നും കൈ മുകളിലോട്ട് വരണം. ഇങ്ങനെ സ്ട്രേ ചെയ്യണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. അതേപോലെ തിരിച്ച് വരിക. ഈ സൈഡിലെ കാല് മാറ്റി അടുത്ത കാലെടുത്ത് വയ്ക്കുക. ടോസ് പുറത്തോട്ടാണോ എന്ന് ശ്രദ്ധിക്കുക. രണ്ട് സൈഡിൽ നിന്നും കൈ മുകളിലോട്ട് വരിക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ തിരിച്ച് റിലീസ് ചെയ്യുക. ബാലാസനത്തിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്യുക.